ചങ്കുകളെ, സത്യം പറഞ്ഞാല് ഈ നമ്മുടെ ഈ മലയാളികള് എന്തോ ഒരു കുശുംബന്മാരല്ലേ, എന്തോ ഒരു അസൂയ പിടിച്ച ആൾക്കാരല്ലേ. മനുഷ്യന്മാര്, പ്രത്യേകിച്ച് മനുഷ്യന്മാരിൽ നമ്മുടെ മലയാളികൾ കേട്ടാ. ഈ ലിപ്റ്റിക്കൊന്നും ഇട്ടതല്ല, ഈ ടിക്ടോക്കിൽ ഒരു ഇതിട്ടതാ. ഏതാ ഈ ഫിൽറ്റർ ഇട്ടോ, എന്നാ ഇങ്ങനെ ആയതാട്ടോ. അതാ ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ടിക്ടോക്കിൽ നിന്ന്, നമ്മുടെ ടിക്ടോക്കിൽ ഒരു ലേഡി, ടിക്ടോക്കിൽ അല്ലാതെ അത്യാവശ്യം വൈറലായിട്ടിരിക്കുന്ന ഒരു ലേഡി 17 Pro Max എന്ന് പറയുന്ന ഒരു മൊബൈൽ മേടിച്ചു. മേടിച്ചു കഴിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് പുള്ളിക്കാരിയായിട്ട് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല, ഉള്ള ഒരാളല്ല കേട്ടോ. പേഴ്സണലായിട്ട് ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ടതാ, ജസ്റ്റ് കയറി നോക്കിയപ്പോഴേന് മനുഷ്യന്മാരുടെ ഒരു അസൂയയെപ്പറ്റി പറയുന്ന, അതിനകത്ത് ഫുള്ള് അസൂയ പറയുന്നു. നീ വീട്ടിൽ ഇത് പൈസ ഉണ്ടാക്കുന്ന മരം കായ്ച്ചു വെച്ചിട്ടുണ്ടോ? പിന്നെന്താ, ഇത് എവിടുന്ന അത്ര പൈസ, അതാ ഇതാ മറ്റൊരു മറിച്ചത് എന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ അസൂയാണ്. അന്നേരം എനിക്ക് പറയാം, നമ്മൾ പഴയ ഒരു പഴഞ്ചൊല്ല് പറയേ, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞിട്ട് പഴഞ്ചൊല്ലില്ലേ ഇല്ല, എന്ന് പറഞ്ഞ അവസ്ഥയായി. ഇവര് മൊബൈലോ എന്തെങ്കിലും എടുക്കട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ, അവർക്ക് കിട്ടുന്ന പൈസ. അവര് ചിലർ പറയുന്നുണ്ട് വേർപ്പിന്റെ വില എന്താണെന്ന് അറിയത്തില്ല. അവര് വേർപ്പിന്റെ വിലയില്ല എന്താണെന്ന് അറിയില്ലെങ്കിലും അവർക്ക് അവരുടെ പൈസയും കൊണ്ട് അവരെടുക്കുന്ന മൊബൈലാണ്, അവരുടെ പൈസ കൊണ്ട് അവരെടുത്ത സാധനങ്ങളാണ്. അതിൽ ആരെങ്കിലും കൊടുത്തായിക്കോട്ടെ, പൈസ ആരെങ്കിലും എടുക്കാൻ കൊടുത്തായിക്കോട്ടെ, എന്തായാലും അത് അവർക്ക് കൊടുത്ത സാധനം അവരുടേതല്ലേ. എന്നാലും പിന്നെ അത് നമുക്ക് പറയാനുള്ള ഒരു ഇതുമില്ല, നമ്മൾ എത്ര പറഞ്ഞിട്ടും ഒരു ഇതുമില്ല. എന്ന് വെച്ചാൽ അത് അവർക്ക് അവകാശപ്പെട്ട സാധനമല്ല അവരെടുക്കുന്നത്. അവരാരുടെയിൽ നിന്നും പൈസ പിടിച്ചു മേടിച്ചിട്ടില്ല, കട്ടിട്ടില്ല, മോട്ടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഈ മനുഷ്യന്മാർ കിടന്ന് കോണ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. ഉണ്ടോ? ഈ മനുഷ്യന്മാരുടെ ഓരോരോ എന്താ അസൂയ, നമ്മുടെ ഈ അസൂയ ഇല്ലാത്ത മനുഷ്യന്മാർ, ഞാൻ ആലോചിക്കുകയും ചെയ്യും, നമ്മുടെ നാട്ടിലൊക്കെ ഈ അസൂയ ഇല്ലാത്ത മനുഷ്യന്മാർ എന്നാണ് ഇനി ഉണ്ടാകുന്നതെന്ന്. ഈ അസൂയ ലോകത്തുള്ള മനുഷ്യന്മാരെന്നുണ്ടോ അന്ന് നമ്മുടെ കാര്യമല്ലേ ഖതം. പ്രത്യേകിച്ച് ദുബായിൽ ഒരുത്തൻ വളരാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, മനസ്സിലായോ? ഈ അസൂയ ഇല്ലാത്ത മനുഷ്യന്മാരെന്നാണ് ഇനി ഉണ്ടാകുന്നത്. നമുക്ക് നല്ലൊരു നാളേക്കാക്കി പ്രാർത്ഥിക്കാം. ഞാൻ പ്രത്യേകിച്ച് ആ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് അത്ര അന്നേരം മനസ്സിലായി, നമ്മുടെ കൂടെ വന്ന് ചിരിച്ചു കാണിക്കുന്ന ആൾക്കാരാണേലും അവരുടെ മനസ്സിൽ മൊത്തം അസൂയായിരിക്കും, അസൂയയും വഞ്ചനയും. എന്തായിരിക്കും? വൃത്തിയില്ലാത്ത മനസ്സായിരിക്കും. നമ്മൾ എന്തും ആയിക്കോട്ടെ, നമ്മുടെ മനസ്സ്